Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാക്സ്വെൽസ് ഇക്വേഷൻ ആൻഡ് മാഗ്നറ്റിക് ചാർജ്. ഇലക്ട്രോഡൈനാമിക്സിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് മാക്സ്വെൽസ് ഇക്വേഷൻ. നമ്മളത് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാഗ്നറ്റിക് ചാർജ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, മാഗ്നറ്റിക് ചാർജ് എന്ന് പറയുന്ന സിംഗിൾ ഇലക്ട്രിക് ചാർജ് പോലെ ഒരു മാഗ്നറ്റിക് ചാർജ് ഉണ്ടോ ഇല്ലേ എന്നുള്ള രസകരമായിട്ടുള്ള ഡിസ്കഷനിലേക്ക് നമ്മൾ നീങ്ങും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള 4 മാക്സ്വെൽസ് ഇക്വേഷൻസ്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ഈസ് ഈക്വൽ ടു റോ ബൈ എക്സലോൺ 0. അതിന് നമ്മൾ ഗോസസ് ലോ എന്നാണ് പറയാം. അതായത് ഇതിൻ്റെ മീനിങ് സോഴ്സ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ ഇലക്ട്രിക് ചാർജ്. നമ്മളതിനെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയും. സിമ്പിളായി പറയുകയാണെങ്കിൽ ദിസ് ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി ഓർ ഇലക്ട്രിക് ചാർജ് ഇസ് ദ സോഴ്സ് ഓഫ് ദിസ് ഇലക്ട്രിക് ഫീൽഡ്. രണ്ടാമത്തെ ഇക്വേഷനാണ് ഡെൽ ഡോട്ട് ബി ഇസിക്കൽ ടു 0. അത് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ശരിക്കും ഈ ഇക്വേഷൻ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായിട്ടുള്ള ഒരു സിംഗിൾ മാഗ്നറ്റിക് ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഇസിക്കൽ ടു 0. അതാണ് ഇതിൻ്റെ മീനിങ്. ഇനി മൂന്നാമത്തെ ഇക്വേഷൻ, that is del cross E is equal to minus dou B by dou T. That is nothing but Faraday's law. A time varying magnetic field can produces an EMF or electric field. നാലാമത്തത് കേൾ ഓഫ് B is equal to mu 0 J plus mu 0 epsilon 0 dou E by dou T. This is the Ampere's law with Maxwell's correction. That is, an electric current, steady electric current produces a magnetic field. Meantime, if there is a time varying electric field, that produces a time varying magnetic field. Okay. This term is the real contribution from the Maxwell. This is called displacement current density, and this displacement current density added to this Ampere's law is the real contribution from the Maxwell. Last class നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് this is displacement current density, and this is the real contribution from Maxwell. Okay. Now let us come to the topic of magnetic charge. നമ്മൾ ഈ മാക്സ്വെൽ ഇക്വേഷനെ, നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്ന മാക്സ്വെൽ ഇക്വേഷനെ നമ്മൾ ഫ്രീ സ്പേസിൽ ഈ മാക്സ്വെൽ ഇക്വേഷനെ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതാം. ഇൻ ഫ്രീ സ്പേസ് വാട്ട് വിൽ ബി ദ ഫോം ഓഫ് ദിസ് മാക്സ്വെൽ ഇക്വേഷൻ? ഫ്രീ സ്പേസിൻ്റെ പ്രത്യേകത എന്താ? ഫ്രീ സ്പേസിൽ ഒന്നും ഉണ്ടാവില്ല, ചാർജുകളോ കറണ്ടുകളോ ഒന്നുമില്ല. ഫ്രീ സ്പേസിൽ എംപ്റ്റി വാക്വമാണ്. റോ ഈക്വൽ ടു 0, ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 0, ദെർഫോർ കറണ്ട് ഡെൻസിറ്റി ഈസ് 0. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഫ്രീ സ്പേസ്. ഇൻ ഫ്രീ സ്പേസ് ദ മാക്സ്വെൽ ഇക്വേഷൻ ബിക്കംസ് റോ 0 ആണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ വരിക? ഇക്വേഷൻ നമ്പർ 1, ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു, ഇവിടെ റോ 0 ആയിക്കഴിഞ്ഞാൽ ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി, റൈറ്റ് ഹാൻഡ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, 0. മൂന്നാമത്തെ ഇക്വേഷൻ ഒരു മാറ്റമില്ല, കാരണം ഇതിൽ ജെയോ റോയോ ഒന്നുമില്ല. ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. നാലാമത്തെ ഇക്വേഷനിൽ ഇവിടെ ജെ ഉണ്ട്. ജെ എന്താണ്? 0 ഇൻ ഫ്രീ സ്പേസ്.
നാലാമത്തെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽ ക്രോസ് it should be E. Okay, നാലാമത്തെ ഇക്വേഷൻ del cross B is equal to first time 0 ആയി, second time mu 0 epsilon 0 dou E by dou T. ഓക്കെ, ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം 3ഉം 4ഉം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരു സിമെട്രി കാണാൻ പറ്റും അല്ലേ? രണ്ട് ഡൈവേർജൻസ് ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് 0, കേൾ ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരേപോലെ ഡോ ബി ബൈ ഡോ ടി, ഇവിടെ ഡോ ഇ ബൈ ഡോ ടി. ഇപ്പം ഇവിടെ symmetry between electric and magnetic field exists in these 4 equations. Okay, therefore this E and B should be considered on equal footing. Eയും Bയും ഒരേപോലെ കൺസിഡർ ചെയ്യണമെന്നർത്ഥം. But if you look at the general Maxwell equation, this is nothing but general Maxwell equation. In the general Maxwell equation, the symmetry between electric field and magnetic field is spoiled by a charge term in the Gauss's law, and also if you look at this two curl equation, here the symmetry is spoiled by the current term in this Ampere's law. ഇവിടെ ഒരു കറണ്ട് ടേം വന്നതുകൊണ്ട് ഈ രണ്ട് ഇക്വേഷനും സിമെട്രി നഷ്ടമായി. ഈ ടേം 0 ആയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുക? ഡോ ബി ബൈ ഡോ ടി ഈക്വൽ ടു ഡോ ഇ ബൈ ഡോ ടി വരും. രണ്ടും കേൾ ഓഫ് ബിയും ഒരേപോലെയുള്ള ഇക്വേഷനായി മാറുകയായിരുന്നു. അതുപോലെ ഈ ഇക്വേഷനും നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചാർജ് ഡെൻസിറ്റി വന്നതുകൊണ്ടാണ് 0 ആവാതെ പോയത്. അല്ലെങ്കിൽ രണ്ട് ഇക്വേഷനും റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവുമായിരുന്നു. അങ്ങനെ ഈ ജനറൽ മാക്സ്വെൽ ഇക്വേഷനും ഒരു സിമെട്രി ഉണ്ടാവുമായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു സിമെട്രി ഉണ്ടാവുമായിരുന്നു. ഫൈൻ. Okay, let me note down these points. But in the general Maxwell equation, the symmetry between this E and B is spoiled by the charge term in the Gauss's law, and also the current term in the Ampere's law. Okay, now what we will do to get the symmetry? Free space in the case ഇവിടെ സിമെട്രി ഉള്ളതുപോലെ ഇവിടെ നമുക്കൊരു സിമെട്രി കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമെട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ജനറൽ മാക്സ്വെൽ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ എന്ത് വരണം? ഒന്നാമത്തെ ഇക്വേഷനിൽ the source of electric field is this charge density rho e, electric charge density. അതേപോലെ ഒരു മാഗ്നറ്റിക് ചാർജ് ഡെൻസിറ്റി ഒരു റോ എം ഇവിടെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈ രണ്ട് ഇക്വേഷനും കൂടെ ഏകദേശം സിമിലർ ആയിട്ട് വരും. ഇനി മൂന്നാമത്തെ ഈ 3ഉം 4ഉം ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സിമെട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ടേമിൽ കുറവുള്ളത് ഒരു ഇതേപോലെ കറണ്ട് ഡെൻസിറ്റിയുടെ ഒരു ടേമാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഇലക്ട്രിക് കറണ്ട് ഡെൻസിറ്റി അല്ലേ? This current is because of the flow of the electric charge. അതേപോലെ മാഗ്നറ്റിക് ചാർജിൻ്റെ ഫ്ലോ മൂലം ഇവിടെ എഴുതിയിരിക്കുന്ന മാഗ്നറ്റിക് ചാർജ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫ്ലോ മൂലം ഒരു കറണ്ട് ഇവിടെയും കൂടി നമ്മൾ ആഡ് ചെയ്യണം. ആ കറണ്ട് നമുക്ക് JM എന്ന് പറയാം, മാഗ്നറ്റിക് കറണ്ട്. ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം
ഒരു സിമെട്രി കിട്ടും. ഇവിടെ ജെ ഉണ്ട്, അതേപോലെ ഇവിടെയും ജെ. ഇവിടെ ഡോ ബി ബൈ ഡോ ടി, ഇവിടെ ഡോ ഇ ബൈ ഡോ ടി. ഇവിടെ റോ ഉണ്ട്, അതേപോലെ ഇവിടെ റോ എം. ഈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റത്തെ ഗോസസ് ലോയിലെ ഈ റോ എന്ന് പറഞ്ഞാൽ ശരിക്കും റോ ഇ ആണ്. ഇവിടുത്തെ റോ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ചാർജ്. അപ്പം ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറൽ മാക്സ്വെൽ ഇക്വേഷനും ഒരു സിമെട്രി കിട്ടും. നമുക്കതൊന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് നോട്ട് ചെയ്യേണ്ടത്? സിമെട്രി ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് and magnetic field can be obtained if we consider the density of the electric charge rho e as the source of the electric field and magnetic charge density rho m as the source of the magnetic field, and Jm the current of magnetic charge, and Je the current of electric charge. Let me note down these points. ഓക്കെ, അപ്പോൾ ഇത്തരം ചേഞ്ചുകളൊക്കെ നമ്മൾ ജനറൽ മാക്സ്വെൽ ഇക്വേഷനിലേക്ക് മാറ്റിയിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ജനറൽ മാക്സ്വെൽ ഇക്വേഷൻ. അപ്പോൾ ഈ ജനറൽ മാക്സ്വെൽ ഇക്വേഷൻ നമ്മൾക്ക് മാറ്റി എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഒന്നാമത്തെ ഇക്വേഷനെ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ഇ ഡിവൈഡ് ബൈ എക്സലോൺ സീറോ. രണ്ടാമത്തെ ഇക്വേഷനെ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ് സെൻറ്റൻസ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇലക്ട്രിക് ചാർജ് ഡെൻസിറ്റി റോ സോഴ്സ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. സിമിലർലി മാഗ്നറ്റിക് ചാർജ് ഡെൻസിറ്റി റോ എം ആസ് എ സോഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇവിടെ എന്ത് എഴുതണം, റോ എം എന്ന് എഴുതണം. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കേസിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. എവിടെയാണോ 1/x0 ഉള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി, μ0 ആക്കിയാൽ മതി. ഇവിടെ നമുക്ക് μ0 അടയ്ക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷന് എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഡെൽ ക്രോസ് ഇ Jm the current density of the magnetic charge. ഓക്കെ, അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ടൊരു ഈ ഒരു ജെ ടൈം ഇവിടെ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു മൈനസ് സൈൻ ഓൾറെഡി ഉള്ളത് കൊണ്ട് മൈനസ് μ0 Jm അക്കോർഡിംഗ് ടു നാലാമത്തെ ക്ലോസ് അനുസരിച്ചിട്ട്, മൂന്നാമത്തെ ഈ ഒരു സജഷൻ അനുസരിച്ചിട്ട് Jm എന്ന് എഴുതണം. പിന്നെ സിമെട്രി ആവണമെങ്കിൽ അല്ലേ എന്താവണം, ഇവിടെ ഓൾറെഡി ഉള്ള ഒരു മൈനസ് ഡോ ബി ബൈ ഡോട്ട് ഉണ്ട്, മൈനസ് ഡോ ബി ബൈ ഡോട്ട്. ഇനി നാലാമത്തെ ഇക്വേഷൻ ഡെൽ ക്രോസ് പി, അതിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ട. ജെ എന്താക്കണം, നാലാമത്തേതനുസരിച്ച് ജെ ഇ ദ കറണ്ട് ഡെൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് ചാർജ് എന്നാക്കിയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ ഇതേപോലെയുള്ള μ0 എപ്സിലോൺ 0 പ്ലസ് ഡോ ഇ ബൈ ഡോട്ട്. ഇപ്പോൾ ഈ ഇക്വേഷൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സിമെട്രി കാണാൻ പറ്റും അല്ലേ. ഡെൽ ഡോട്ട് ഇ റോ ഇ, ഡെൽ ഡോട്ട് ബി റോ എം, ഈ രണ്ട് കേൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് കേളുടെയും റൈറ്റ് ഹാൻഡ് സൈഡ് ഒരേപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ലെറ്റ് us take the divergence of this equation 3 and equation 4. Divergence of equation 3 first. Del dot del cross E is equal to equation del കൊണ്ട് divergence. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും ഡൈവർജൻസ് എടുക്കണം.
del dot minus mu 0 jm minus dou b by dou t. അതായത് മൈനസ് mu 0 del dot jm minus dou by dou t of del dot b. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് del dot b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ അനുസരിച്ച് del dot b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mu 0 m ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് mu 0 rho m m അല്ല rho m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? This is equal to minus mu 0 del dot jm minus dou k. ഈ mu 0 എനിക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. mu 0 dou rho m by dou t എന്ന് എഴുതാം. What will be the left hand side? Divergence of curl of any vector is 0. Therefore, left hand side is 0. Right hand side is this quantity. This quantity. ഇതിൽ നിന്നും എനിക്ക് del dot jmനെ ഇവിടെ എന്ത് സംഭവിക്കും? എല്ലാ ടൈമിലും mu 0 ഉള്ളത് ഇങ്ങോട്ട് ക്യാൻസൽ ആയിപ്പോയി. ഇനി ഇങ്ങോട്ടേക്ക് ഈ ടൈമിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് del dot jm is equal to minus of dou rho m by dou t എന്ന് എഴുതാം. This is nothing but the equation of continuity. Equation of continuity means it is nothing but the conservation of magnetic charge. Similarly, take the divergence of equation 4. Let me do here. Divergence of del cross b is equal to mu 0 divergence of je plus mu 0 epsilon 0 dou by dou t divergence of electric field. ഇവിടെ നമ്മുടെ ഈ del dot e എന്താണ് വരിക? del dot e എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ rho e by epsilon 0. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. rho e divided by epsilon 0. This term is 0 because divergence of curl of any vector is 0. 0 is equal to mu 0 del dot je plus mu 0 epsilon 0 by epsilon 0. epsilon 0 നമുക്ക് പുറത്തേക്ക് എടുത്തു. dou by dou t of rho e. mu 0 cancel ആയി, epsilon 0 cancel ആയി. ബാക്കി വരുന്ന ടേംസ് എന്തൊക്കെയുള്ളത്? del dot je ഒരു വശത്തേക്ക് നടത്തി ഇതിനിങ്ങോട്ട് കൊണ്ടുവന്നാൽ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. dou rho e by dou t. This is a conservation of electric charge. See this equation and this equation. This is a conservation of magnetic charge. Therefore, this is the conservation of electric charge. Okay. അപ്പോൾ എന്ത് മനസ്സിലായി? That Maxwell equations demand the existence of magnetic charge.
It shows that the Maxwell equations demand the existence of magnetic charge. പക്ഷേ ഇതുവരെയും ആരും തന്നെ ഒരു മാഗ്നറ്റിക് ചാർജും കണ്ടുപിടിച്ചിട്ടില്ല. അത് നമുക്കറിയാം, സിംഗിൾ ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്ന് അറിയാം, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ചാർജ്. അതുപോലെ ഉള്ള ഒരു സിംഗിൾ മാഗ്നറ്റിക് ചാർജ് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഇവിടെ ഒരു സൗത്ത് പോളും നോർത്ത് പോളും ഉള്ള രണ്ട് മാഗ്നറ്റ് ആയിട്ട് മാറും. നോർത്ത് പോള് സൗത്ത് പോൾ. അങ്ങനെ വീണ്ടും വീണ്ടും എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും അത് രണ്ട് പോൾസ് ഉള്ള മാഗ്നറ്റ് ആയിട്ടാണ് മാറുക. ഒരു സിംഗിൾ പോൾ അല്ലെങ്കിൽ സിംഗിൾ മാഗ്നറ്റിക് ചാർജ് എന്ന് പറയുന്നൊരു സാധനം ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. Therefore, let us write here, but no one has ever found any magnetic charge. ആരും മാഗ്നറ്റിക് ചാർജ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ സോ റോയം or magnetic charge density, that is 0 everywhere. അപ്പോൾ റോയം 0 ആണെങ്കിൽ then also Jm is also 0. സിംഗിൾ മാഗ്നറ്റിക് ചാർജ് ഇല്ലെങ്കിൽ 0 ആണെങ്കിൽ ആ ചാർജിൻ്റെ ഫ്ലോ മൂലമായിരിക്കണമല്ലോ ഈ മാഗ്നറ്റിക് കറണ്ട് ഉണ്ടാവേണ്ടത്. അതുണ്ടാവില്ല, അതും 0 ആവും. ഒരു നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഈ ഇക്വേഷൻ ഇത് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ചാർജ് എക്സിസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ മാഗ്നറ്റിക് കറണ്ട് എക്സിസ്റ്റ് ചെയ്യണം. പക്ഷേ ഈ മാഗ്നറ്റിക് ചാർജും ഈ മാഗ്നറ്റിക് കറണ്ടും ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിക്കാത്തത് കൊണ്ട് ഈ ക്വാണ്ടിറ്റി എന്തായിട്ട് പോകും? ദിസ് വിൽ ബി 0, ദിസ് ഈസ് ആൾസോ 0. ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി കഴിഞ്ഞാൽ പഴയ ഇതുപോലെ തന്നെ ആവും, ജനറൽ മാക്സ്വെൽ റിലേഷൻ പോലെ. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിന് ഒരേപോലെയുള്ള ഫോം ഉണ്ടാവില്ല. Therefore, this electric and magnetic field cannot be considered on equal footing. Okay. Or if you say more clearly, that is, there exists a stationary source for electric field, that is electric charge, but no magnetic charge exists for B. കുറച്ചുകൂടെ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, there exists a stationary source for electric field. That stationary source is the electric charge, but no magnetic charge അല്ലേ, ഇവിടെ 0 ആണ്. For no magnetic charge exists for B. What is that one? That is electric charge. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ റോ എമ്മിന് 0 ആകുമ്പോൾ ഡെൽ ഡോട്ട് ബി 0 ആയി. That is, when rho m is equal to 0, del dot b is equal to 0. Then the physical meaning in the magnetic field has no source. This no sources means no magnetic charges. Or in the another meaning, there is no magnetic monopole exists. either സിംഗിൾ നോർത്ത് പോളോ സിംഗിൾ സൗത്ത് പോളോ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം.
ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ടിൻ്റെ കേസിൽ എന്ത് പറയും? നമ്മൾ എസ്പെഷ്യലി കറണ്ടിൻ്റെ കേസ് നമ്മൾ എന്താ പറയുക? ഈ രണ്ട് കറണ്ടിൻ്റെ കേസിൽ നമ്മൾ പറയാം the magnetic field is generated by the electric current and not by the magnetic charge, and the electric field is generated by the electric field is generated by the electric current, not by the magnetic charge. That is, the magnetic field is generated by the electric current, not by magnetic charges. And also, that is, the electric field is generated by the electric charge, whereas the magnetic field is generated by not by the magnetic charge but by the electric current. അതായത് ഇലക്ട്രിക് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നു, whereas മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കണം? മാഗ്നറ്റിക് ചാർജ് അല്ല, but magnetic field is generated by the electric current. This electric current generates this magnetic field. Okay, that is, the conclusion is single magnetic charge does not exist like electric charge. In electric charge case, there are single positive electric charge or single negative electric charges are there that creates electric field, but in the case of magnetic field, single north pole or single south pole do not exist. Okay, that means magnetic charge does not exist. Okay, thank you very much for watching this video.